എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫാബ്രിക് പെയിൻറ് എടുത്ത് നോക്കിയത്. അതാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കട്ട പിടിച്ചിട്ടുണ്ട്, ചിലതൊന്നും കട്ട പിടിച്ചിട്ടില്ല, ചിലതൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ സംഭവം ഡിപ്പ് ചെയ്ത് കൊടുത്ത് പെയിൻറ് ഡിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ മാറ്റമൊന്നും കണ്ടില്ല. കുറച്ച് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ മാറ്റം കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം ഒഴിച്ചു കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം, ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ സാനിറ്റൈസറാണ് വേണ്ടത്. അത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ പെയിൻറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ടും റെഡിയാക്കി എടുക്കും, പക്ഷേ ചൂടുവെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറിപ്പോവും. ഇതുപോലത്തെ ഒരു ഫില്ലർ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെതൊരു ഹാഫായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ, മൊത്തമായിട്ട് കട്ട അങ്ങനെ പിടിച്ചിട്ടില്ല. അങ്ങനെയുള്ളത് റെഡിയാവുമെന്ന് എനിക്കറിയില്ല. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്, ഓവറായിട്ട് ഇട്ടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫാബ്രിക് പെയിൻ്റൊക്കെ ഇതുപോലെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.